കാര്യങ്ങൾ പോക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ വൈകാതെ അടുത്ത വണ്ടിക്ക് അപ്പു എന്നെ നാട്ടിലേക്ക് പാക്ക് ചെയ്യാനുള്ള എല്ലാവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് പെട്ടിയും കടക്കി എടുത്ത് പോരുമ്പോ ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഞാൻ അപ്പൂന് കൊടുത്തായിരുന്നു. അപ്പുകുട്ടനാണെങ്കിൽ ചപ്പാത്തിയും പൂരിയൊക്കെ തിന്നങ്ങ് സൈഡ് ആയിരിക്കുകയാണ്. അപ്പു ഞാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ല നാട്ടിലെ ഭക്ഷണം കഴിക്കാലോ, അഞ്ചു ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കി തരാം. വന്ന ഒരു 2 ആഴ്ചക്ക് ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ് ഒരു ദിവസം ഉണ്ടാക്കുക പോലും ഇല്ല. ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, അങ്ങനെ വെറൈറ്റി ഫുഡ്സ്. പക്ഷെ ഒരു 2-2.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എന്റെ തനി സ്വഭാവം അങ്ങ് പുറത്തു വരാൻ തുടങ്ങി. ഇപ്പൊ ഒരു 7-8 മാസം ആയല്ലോ. അപ്പൊ പിന്നെ പറയാനുണ്ടോ, ഭക്ഷണം ഉണ്ടാക്കി മടുത്തു. അപ്പൊ പിന്നെ ഇപ്പത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ഇവിടെ മുക്കില് മൂലയിലുള്ള ഓരോ കടകൾ കണ്ടുപിടിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് കിട്ടി ഒന്ന് മൂട് വെക്കാൻ റെഡി ആയി വന്നിരിക്കുന്ന അപ്പുനെ കുത്തിപ്പൊക്കി എണീറ്റ് അവിടെ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കല. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നെക്കാ കൂടുതൽ താല്പര്യമുള്ള ഒരാളെ എന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നങ്ങ് പോവാന്ന് വിചാരിച്ചു. അധികം വിശപ്പൊന്നുമില്ല, ലൈറ്റ് ആയിട്ട് ഒരു സ്നാക്സ് മതി എന്ന് പറഞ്ഞിട്ട് ഒരു വടാപ്പാവ് കണ്ടപ്പോ അങ്ങോട്ടൊരു സൈഡ് വലിവായി. അപ്പോഴേ അപ്പു ചേട്ടനോട് പറയുന്നുണ്ടായിരുന്നു, ഇവര് നമ്മളെ പറ്റിക്കാൻ പോവാണ്, ഇവര് വടാപ്പാവിലൊന്നും നിൽക്കൂലെന്ന്. പുകുട്ടം പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഇല്ല, വടാപ്പാവില് നിന്നില്ല. നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് തന്നെ പിന്നെ ഭക്ഷണം വേണ്ടി വന്നു. എല്ലാ പ്രാവശ്യം പുറത്ത് പോകുമ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, തന്തൂരി നാൻ, തന്തൂരി റൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പോവല്. ഇത്തവണ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് KFC ഫ്രൈഡ് ചിക്കൻ ആണെന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണ്. അതിനുശേഷം ഒരുപാട് മക്കളെ എന്നെ ആന്റി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇത് ആന്റി എന്ന് വിളിക്കുന്നതൊക്കെ വേറൊരു രസമാണ്. വന്ന വഴി മറക്കാൻ പാടാത്തതുകൊണ്ട് നമ്മൾ തന്തൂരി റൊട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആദ്യമായി ട്രൈ ചെയ്യുന്ന ഒരു ചിക്കൻ റാറ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചു. മര്യാദയ്ക്ക് വീട്ടിലെ ചോറും തിന്ന് കിടന്നുറങ്ങാന്ന് പ്രതീക്ഷിച്ച് വന്ന ഇവരെ ഇപ്പൊക്ക് പുറത്ത് കൊണ്ടുപോയതുകൊണ്ടും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ 3 റൊട്ടി കഴിക്കുന്നത് ഞാൻ തള്ളി വിട്ടതുകൊണ്ടും ഒരു കഷ്ണമെങ്കിലും ബാക്കി കണ്ടു കഴിഞ്ഞാൽ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന അവർ പറഞ്ഞുകൊണ്ട് ഞാൻ കുത്തി തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു ബലൂണും വാങ്ങി നമ്മൾ വീട്ടിൽ പോയി. അപ്പൊ ശരി, ബൈ.